ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. 9-അംഗ ബെഞ്ചിൽ ജസ്റ്റിസ് BV നാഗരത്ന മാത്രമാണ് ഇതിലെ ഏക വനിതാ അംഗം. കേസിലെ വാദത്തിനായി 1.5 ദിവസം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഷപ്ന വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇന്ന് വാദം തുടങ്ങുകയാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എപ്പോഴായിരിക്കും ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴാകും വാദം തുടങ്ങുക? ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ്. നമുക്ക് ഷപ്നയിലേക്ക് എത്താം. നമ്മൾ ഈ പറയുന്ന പോലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജികളാണ് കോടതി പരിഗണിക്കാനായി പോകുന്നത്. ശബരിമല യുവതീ പ്രവേശനം എതിർക്കുന്നവരുടെ വാദങ്ങൾ ആണ് ആദ്യത്തെ 3 ദിവസം കോടതി കേൾക്കുക. അതിനുശേഷം പിന്നീട് ഈ മാസം തന്നെ 14, 15, 16 തീയതികളിലൊക്കെ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെയും വാദങ്ങൾ കോടതി കേൾക്കും. അപ്പം ഈ നമ്മുടെ സർക്കാരിൻ്റെ നിലപാടൊക്കെ അനുസരിച്ച് ഈ യുവതീ പ്രവേശനത്തിൽ ഒരു അന്തിമ നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും മതപണ്ഡിതരും ഒക്കെ അടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ച് അഭിപ്രായം തേടണമെന്നൊരു ആവശ്യമൊക്കെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. യുവതീ പ്രവേശനത്തെ എതിർക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. ഷപ്ന നമുക്കൊപ്പം തുടരുന്നുണ്ട് തത്സമയം. ഷപ്ന, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ഷപ്ന, ഇന്നിപ്പം കോടതി എപ്പോഴാകും ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുക? ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹിയിൽ രാവിലെ തന്നെ നല്ല മഴയാണ്. ശബരിമല കേസ് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നതാണ് ഏപ്രിൽ 7, 8, 9 തീയതികളിലും അതോടൊപ്പം തന്നെ 14, 15, 16 തീയതികളിലും ശബരിമല കേസുകൾ കേൾക്കും എന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാർച്ച് 14 ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട്, ദേവസ്വം ബോർഡിനോട്, തന്ത്രിയോട് അടക്കമുള്ളവരോട് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അത് പ്രകാരം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ സത്യവാങ്മൂലവും കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ കഴിഞ്ഞ ദിവസം തന്നെ ചീഫ് ജസ്റ്റിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് 2018 വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, അന്ന് ആ ബെഞ്ചിലുണ്ടായിരുന്ന സൂര്യകാന്ത് മാത്രമാണ് ഇപ്പോൾ ഈ പുതിയ ബെഞ്ചിലുള്ളത്. ഈ ബെഞ്ചിൽ നമുക്കറിയാം, ഇതിലെ ഏക വനിതാ അംഗം BB നാഗരത്നയാണ്. ജസ്റ്റിസ് BB നാഗരത്ന ഈ ബെഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് സുന്ദരേഷ്, ജസ്റ്റിസ് അമാനുള്ള അടക്കമുള്ള 9-അംഗ ബെഞ്ചാണ് ഇന്ന് രാവിലെ തന്നെ ഈ കേസ് കേൾക്കുന്നത്. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ കൃത്യമായ നിലപാട് കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ആകട്ടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് മതാചാര പ്രകാരമുള്ള കാര്യങ്ങളിൽ കോടതികൾ ഇടപെടരുത് എന്ന് തന്നെയാണ്. ഏതായാലും പുനഃപരിശോധനാ ഹർജികൾ കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ കോടതിക്ക് മുമ്പാകെ വരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ നിലപാട് വ്യക്തമാക്കുക എന്ന്, അതായത് ഈ കഴിഞ്ഞ ദിവസം മാർച്ച് 14 ഈ നിലപാട് വ്യക്തമാക്കാൻ കോടതിയോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇത് ആചാരപരമായ പ്രശ്നമാണ്. പൊതുതാൽപര്യ ഹർജികളിലൂടെ ഇത്തരത്തിൽ കോടതികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെ സംസ്ഥാന സർക്കാർ അനുകൂലിക്കുന്നില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അത് വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതിക്ക് നിലപാടെടുക്കാം. ആചാര്യന്മാരുടെയും പണ്ഡിതരുടെയും അഭിപ്രായം കേട്ട ശേഷം ഇതിൽ നിലപാട് സ്വീകരിക്കണം എന്നൊരു അഭിപ്രായം സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തന്ത്രി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. തന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത് അത്തരത്തിലല്ല, ആചാരപരമായി സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ത്രീ പ്രവേശം നടത്തരുത് എന്ന് തന്ത്രിയും നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഹർജിക്കാർ, അതായത് യങ് ലോയേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവരുടെ വാദം ഇത് സ്ത്രീ സമത്വത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് സ്ത്രീ പ്രവേശനം വേണം എന്ന നിലപാടാണ്. ഏതായാലും കോടതി ഇന്ന് രാവിലെ തന്നെ ഇതിൽ വാദം കേൾക്കും.